strong. ഹായ്, വെൽക്കം ബാക്ക് ടു ശ്രീക സ്പീക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആക്ച്വലി ഇത് 5 to 6 years ബാക്കായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അവൾ എനിക്ക് അയച്ചു തന്നപ്പോൾ പറഞ്ഞു, കേട്ടോ നീ ഇത് മസ്റ്റായിട്ട് നീ ഇത് റിയാക്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിലുള്ള ഒരു ടോക്സിസിറ്റി എത്രയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് നീ എന്തായാലും മസ്റ്റായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോ, പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്ന് നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല, ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്നെങ്കിൽ ഒരു ജീൻസ്, ഇല്ലെങ്കിൽ പാൻസ്, ഷർട്ട്, ബനിയൻ, ഇതിലേതെങ്കിലും ഒന്നിടും. എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും, ഒരു ടവലും കാണും. ആ തലമുടി ഒന്ന് ചീമ്പി പോലും റിബൺ ഇട്ട് കെട്ടിവെച്ചിട്ടില്ല, അതും പറപ്പിച്ചിട്ടുണ്ട്. വെയിറ്റ് എ സെക്ക്. അല്ല, ഒരു പെൺകുട്ടി ജീൻസ് ഇടുന്നതും ടോപ്പ് ഇടുന്നതും അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതൊരു പെൺകുട്ടിയുടെ ഇഷ്ടമാണ്. അത് ഒരു പേഴ്സണൽ കാര്യമാണ്. അത് നിങ്ങളെന്തിനാ ഇൻ്റർഫിയർ ചെയ്യണത്? ആ മുടി അഴിച്ചിടുകയോ മുടി കെട്ടുക, അതൊക്കെ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ മുടി അഴിച്ചിടുന്നത് അത് എൻ്റെ ഇഷ്ടം. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കെട്ടിവെക്കും, അത് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് അതൊരു വ്യക്തിയുടെ ഇഷ്ടമാണ്. അതിന് നിങ്ങൾ എന്തിനാണ് ഇൻ്റർഫിയർ ചെയ്യണത്? അതിൽ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ തോന്നുമെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. അതിന് നിങ്ങൾക്ക് ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഇറ്റ്സ് റിഡിക്കുലസ് ആക്ച്വലി. എന്നിട്ട് വലിയ ആരെയോ കാണിക്കാനായിട്ട് വന്നിങ്ങനെ നിൽപ്പുണ്ട്. എന്തിനാ ആ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട്. കുട്ടികളിടുന്ന ജീൻസും പാൻസും ഷർട്ടും ബനിയനും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ? ഉണ്ടോ? പോട്ടെ, കത്തോലിക്ക സഭ ഇച്ചിരി നീക്കിയിരുത്തുക. പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുവാദം തരുന്നുണ്ടോ? എന്താ ഇതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈശ്വരൻ അല്ലെങ്കിൽ ഗോഡ്, അത് ഏത് കോൺസെപ്റ്റ് ആണെങ്കിൽ വെദർ ഇറ്റ് ഈസ് അത് പലരും പല ഫോമിൽ, ചിലർ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളൊരു എനർജീനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മെയിൻലി പറയണത് ആസ് എ ഹ്യൂമൻ എന്ന രീതിയിൽ വരുമ്പോൾ, ഹീ ഡസൻ ഡിപ്പെൻഡ്സ് ഓൺ അവർ ബോഡി. ഈ ഒരു ശരീരം നോക്കുന്നില്ല, നമ്മുടെ ആക്ഷൻസ് ടുവേർഡ്സ് ദി ഹ്യൂമൻ ബീയിങ്സ്, ടുവേർഡ്സ് ദി നേച്ചർ, അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ കുപ്പായം നമ്മൾ ഊരി വെച്ചിട്ട് പോകും. പിന്നെ നമ്മൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു എന്നിട്ട് കാര്യമില്ല, നമ്മൾ മറ്റുള്ളവരുടെ എന്ത് ചെയ്തു എന്നാണ്. അതുകൊണ്ട് ഈ ബൈബിൾ എന്ത് പറയുന്നു, സഭയാണ് പ്രശ്നം. അല്ലാണ്ട് ഈ ബൈബിൾ അല്ലെങ്കിൽ വാട്ട് എനർജി ദാറ്റ് യു ആർ പ്രേയിങ്, അതിന് ഒരു മാറ്ററില്ല. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളുടെ ചിന്തകൾക്കാണ് പ്രശ്നം, അല്ലാണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ എനർജിക്ക് ഒരു പ്രശ്നവുമില്ല. നിയമാവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം കേട്ടേക്കണേ. നിയമാവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പഠിപ്പിക്കാണ്. സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത്, അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിന്ദ്യരാ. ദൈവത്തിന് ഓ മൈ ഗാഡ്. ഇപ്പോൾ ഭഗവത്ഗീത എന്ന് നമുക്കൊരു എടുക്കാം. ഭഗവത്ഗീത വായിക്കുമ്പോൾ പലർക്കും പല രീതിയിൽ വ്യാഖ്യാനം വരും എന്നാണ്. ഇപ്പോൾ നമ്മുടെ മെട്രോ ശ്രീധരൻ സാർ എപ്പോഴും ഭഗവത്ഗീത വായിക്കും. പുള്ളിക്കാരൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് നിന്നിട്ടാണ് അദ്ദേഹത്തിന് വായിക്കുന്നത്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിരുന്നാണ് വിശ്വാസം. അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും. അപ്പോൾ ഈ വ്യാഖ്യാനം വരുന്ന സമയത്ത് ഏതൊരു എപ്പിക് ഗ്രന്ഥങ്ങൾ എടുക്കുകയാണെങ്കിൽ, ബൈബിളാണെങ്കിലും ശരി, ഇപ്പോൾ ഖുറാനാണെങ്കിലും ശരി, ഭഗവത്ഗീത ആണെങ്കിലും ശരി, അത് വായിക്കുന്ന വ്യക്തി ആ ചിന്തിക്കുന്നത് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അവൻ വ്യാഖ്യാനമുണ്ടാകും. അപ്പോൾ ഇവർക്കാവുന്ന രീതിയിൽ, എനിക്ക് കേട്ടിട്ട് ഇവർക്ക് അനുകൂലമാവുന്ന രീതിയിൽ ഇവർ വ്യാഖ്യാനിക്കുക. ഇത് ഇവർക്ക് ഫേവർ ആവുന്ന രീതിയിലാണ്. ഈശ്വരൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഒരിക്കലും, അല്ലെങ്കിൽ ആ ഒരു എനർജി, അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്.
പക്ഷേ ആ ഒരു എനർജി ഒരിക്കലും നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണോ അല്ലെങ്കിൽ ആസ് പെർ യുവർ വിശ്വാസം മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് ലൈക്ക് എന്താ പറയുക നിങ്ങൾ ആ ഡ്രസ്സാണോ ഇട്ടെ അങ്ങനെയാണോ, ഹി വിൽ ഡസൻ കെയർ അബൌട്ട് ദാറ്റ്. ഈ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ എനിക്ക് ഗെറ്റ്സ് ഇറിറ്റേറ്റഡ് സോ മച്ച്. ദൈവത്തിന് നിന്നിരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച കൃപ കിട്ടുമോ? മൈ ഗോഡ്. അനേകം പെൺകുട്ടികളുടെ വരവ് എങ്ങനെയാ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ആൺമക്കൾ ഇന്ന് എന്നോട് ഈ യൂത്തിനൊക്കെ ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ പല ആൺമക്കളും എന്നോട് പറയുന്നുണ്ട്, അച്ഛാ നല്ല തീരുമാനം ഈ ധ്യാനത്തിലൂടെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും കാണുന്നത് അർത്ഥനഗ്നത കാണുന്ന വസ്ത്രമിട്ട് പെൺകുട്ടികൾ പോകുമ്പോൾ അറിയാതെ പ്രലോഭനം കയറി പാപത്തിൽ വീണു പോകും അച്ഛാ ഞങ്ങള്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വെളിയിലിറങ്ങി പെൺകുട്ടികളെ അങ്ങനത്തെ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും ഒരു പെൺകുട്ടിയുടെ തെറ്റല്ല. ഒരു മനുഷ്യനായി കാണുക, അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ കാണുമ്പോൾ അത് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കുന്ന സാധനമാണ്, അല്ലാണ്ട് അതൊരിക്കലും ഒരു പെൺകുട്ടിയുടെ തെറ്റല്ല. ഇത് മക്കളെ, വചനമെന്താ ഇതിനെ കുറിച്ചും പഠിപ്പിക്കുന്നേ? ദുഷ്പ്രേരണ ആര് മൂലമുണ്ടാകുന്നവോ അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടിയിട്ട് കടലിന്റെ ആഴത്തിൽ കൊണ്ടി തള്ളുന്നതാ. ഇവിടെ ഒരപ്പച്ചനോ ഒരു യുവാവോ പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിലോ ഫ്രണ്ടിലോ നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ആ അപ്പച്ചനും ആ യുവാവിനും ആകർഷണം കൊടുക്കുന്ന രീതിയിൽ അർത്ഥനഗ്നത കാണുന്ന വസ്ത്രം ഇട്ടുകൊണ്ടാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അവർക്ക് പരിശുദ്ധ ബലിപീഠത്തിൽ നോക്കാൻ പോലും പറ്റാതെ നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നീയാ പാപഹേതു. ഹൗ ക്യാൻ ദാറ്റ് ബി പോസിബിൾ ആക്ച്വലി? ഇത് കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ കംഫർട്ടാണ് അത് അവൾക്ക് ഇടുന്നത്. ഇപ്പോൾ നമുക്കറിയാം ചില പെൺകുട്ടികൾ എന്താ നമുക്ക് ഡ്രസ്സ് ടൈറ്റനെങ്കിൽ നമ്മളത് ലൂസും ചെയ്യും. ചിലർക്ക് ടൈറ്റ് ഡ്രസ്സിനോട് കംഫർട്ട്, ചിലർക്ക് ഫുൾ ഹാൻഡ് ആയിട്ടുള്ളവർക്ക്, ചിലർക്ക് എന്താ പറയുക സ്ലീവ്ലെസ് ആണ്. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ ആൺകുട്ടികൾ കാല് കാണിച്ച് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് വയസ്സ് വയസ്സ് ചിന്തിച്ചു നോക്കി. ആൺകുട്ടികൾ കാലും കാണിച്ച് മുണ്ടും പൊക്കിയിട്ട് നടന്നിട്ട് പള്ളിയിലടിച്ചതിനടുത്ത് പറയുക, പള്ളിയിലച്ചോ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ആമ്പിള്ളേർ മുണ്ട് മുടക്കി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നഗ്നരായി തോന്നുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അച്ചു, നിങ്ങൾ നാളെ കൊണ്ടുവരൂ ഈ ആമ്പിള്ളേർത്ത് മുണ്ടെല്ലാം താഴ്ത്തിയിട്ടിട്ട് ഫുൾ പാൻറ് ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരും വരണം എന്ന്. അപ്പോൾ ഇല്ല, നിങ്ങൾ പറയില്ല അത് ആമ്പിള്ളേർ അങ്ങനെയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കിയാൽ മതി തന്നെ നിങ്ങളും പറയത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും പറയാം, പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതാണ്, നിങ്ങൾക്ക് അങ്ങനെ കാണണമെങ്കിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആക്ച്വലി നൺ ഓഫ് യുവർ ബിസിനസ്. ഇതൊരുമാതിരി അവർ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വന്ന പള്ളിയിൽ എന്താ പറയുക ഇവർ പറയുന്ന വയസ്സാളും രണ്ടാളും കൂടി വരുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് അയാളുടെ തലയ്ക്ക് സുഖമില്ല. വല്ല കൗൺസിലിങ്ങോ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ചികിത്സിക്കേണ്ട ഒരു സംഭവമാണ്. അല്ലാണ്ട് ഇതൊരുമാതിരി എന്താ പറയുക അവരങ്ങനെ നോക്കി വെച്ചാൽ പെൺകുട്ടിയെ കഴുത്തിലിട്ട് കെട്ടിയിട്ട് തളയണമെന്നാ. ഇറ്റ്സ് റെഡിക്യുലസ് ആക്ച്വലി. വചനം പഠിപ്പിക്കുന്നു, നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടിയിട്ട് കടലിന്റെ ആഴത്തിൽ കൊണ്ട് നള്ളുന്നത് നല്ലത്. ഞാൻ ഓർക്കുക മക്കളെ, നിങ്ങളുടെ ഏറ്റവും നല്ലൊരു വസ്ത്രമുണ്ട്, ചുരിദാർ, നല്ല വസ്ത്രം. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയ അതിന്റെ അതിലേക്ക് സാത്താൻ കയറിട്ട ഷോൾ എടുത്ത ഒറ്റ ഏറാ. ഇന്ന് ഷോളില്ല, നടക്കുക കാണ സാത്താൻ കയറിട്ട സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. ഞാൻ പറയണ്ടല്ലോ നീ എവിടം വരെ ആയിരിക്കുന്ന. മൂന്നാമതിലേക്ക് സാത്താൻ കയറിട്ട് അതിന്റെ ബോട്ടം ഏതൊക്കെ രീതിയിൽ ബനിയം പരുവത്തിലാക്കോ അത്രയും പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ മക്കളെ, നിങ്ങൾ ആ ചുരിദാറിൽ നല്ല വസ്ത്രത്തിൽ 3 മാറ്റം വരുത്തി. ഒരു ഗുണം കാണിച്ചു തരാം, ഒരു ഗുണം ഞാൻ 10 തിന്മ അതിലെ കാണിച്ചു തരാം. ആൺകുട്ടികൾക്കും അപ്പച്ചന്മാർക്കും ഇതുപോലെ ഉതപ്പ് കൊടുക്കുന്ന വസ്ത്രമിട്ട് പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ കൊച്ചെ, അനുഗ്രഹത്തിന് പകരം ശാപം, അല്ലാതെ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പലരും അനുഗ്രഹം ശാപം ഇത്
ഒന്നുമില്ല. അത് സത്യം. ഈ അനുഗ്രഹം ശാപം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുവോ, നമ്മൾ നല്ലത് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ ചീത്ത ചെയ്യുന്നുവോ നമുക്ക് ചീത്ത തിരിച്ച് കിട്ടും. ഇറ്റ്സ് ലൈക്ക് ഇതൊക്കെ ചിന്തകളുടെ പ്രശ്നമാണ്. ഇത് അവർക്ക് ചിന്തകളുടെ പ്രശ്നമാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. അതല്ല നിങ്ങളുടെ തെറ്റിത് അല്ല, അത് പെണ്ണ് ചെയ്ത തെറ്റാണ്. ആ രീതിയിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് വളരെ സ്റ്റുപ്പിഡിറ്റിയാണ്. ഞാൻ ആദ്യം കുടിപ്പും. എന്നിട്ട് എന്റെ വിവാഹം നടക്കുന്നില്ല അച്ഛാ, എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടുന്നില്ല അച്ഛാ, എനിക്ക് ആ പ്രശ്നം അച്ഛാ, എന്റെ കുടുംബത്തിൽ എന്നും പ്രശ്നം അച്ഛാ. എന്തുകൊണ്ട്? നീ കിട്ടിയിരിക്കുന്ന വസ്ത്രം എപ്രകാരം? കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന് പോയി, ആലപ്പുഴ സൈഡിലാ. എന്നോട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വന്ന് എന്റെ കൊച്ചിനെ പ്രാർത്ഥിച്ചിറക്കണം. ഞാൻ ഓർത്ത് നാട്ടിലെ ആ സംഭവം വലിയ ആയിരിക്കും ഓർത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഈ കൊച്ചു മാത്രം ഒരുങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോ അമ്മയോട് ചോദിച്ചു, ഈ കൊച്ചിനെ ഒരു ഇവിടെ ഞങ്ങൾ മേടിച്ച വസ്ത്രം ഇടില്ല അച്ഛാ. ഞാൻ കൊച്ചിന് ഒരു ഉപദേശമൊക്കെ കൊടുത്ത് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഞാൻ ആ കൊച്ചിനെ അമ്മയുടെ കൈ കൊടുത്ത് പെട്ടെന്ന് ഒരുക്കി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ നടുക്കത്തെ മുറി പ്രാർത്ഥിക്കാനായിട്ട് നിന്നപ്പോൾ ഈ കൊച്ചിനെ ഒരുക്കിക്കൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നു. കണ്ടപ്പോൾ ഞാൻ കൊച്ചിനെ ഒരു നോട്ടം, കൊച്ചെന്നെ ഒരു നോട്ടം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ രണ്ടുപേരും ചൂട് നിന്നു. കാരണം എന്താണെന്നറിയാമോ? അർത്ഥനഗ്നത കാണുന്ന ഒരു വസ്ത്രമാ ആദ്യ കുർബാനയ്ക്ക് അമ്മ കൊച്ചിനെ മേടിച്ചിട്ട് കൊടുത്തേക്കണേ. എന്റെ ചോദ്യവും ചിന്ത ഇത്രേ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ലക്ഷ്യം എന്താ? ഈ കൊച്ച് ഏറ്റവും ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി ഈശോയെ സ്വീകരിക്കണമെന്നതാണോ? അതെയോ 4 പേരെന്റെ കൊച്ചിനെ കാണണം, ശ്രദ്ധിക്കണം? അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈശ്വരൻ സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മതി. അല്ലാണ്ട് വാട്ട് അതേഴ്സ് കെയർ, ദാറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ്. ഒരു പെൺകുട്ടി ഒരിക്കലും മറ്റുള്ളവരെ കെയർ ചെയ്ത് ജീവിച്ച് തുടങ്ങിയാൽ പിന്നെ അതിനെ നേരെ ഉണ്ടാവത്തുള്ളൂ. പലരും അയ്യോ അവരെന്ത് ചിന്തിക്കും, അയ്യോ ഇവരെന്ത് ചിന്തിക്കും, ഈ ചിന്തിച്ച് ഈ നിങ്ങൾ പറയുന്ന മറ്റുള്ളവർ എന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അങ്ങനെ നോക്കിയ കൽപ്പനശാലയാണെങ്കിലും പീറ്റേഴ്സാണെങ്കിലും അവരവരുടെ ജീവിത ലക്ഷ്യത്തെത്തത്തില്ല. സോ മറ്റുള്ളവരുടെ വാക്കും കേട്ട് ജീവിക്കാൻ നോക്കിയാൽ നമ്മൾ 3G ആയിപ്പോവും. അതാണ് പെൺകുട്ടിയുടെ അവസ്ഥ. ഇത് ഒരുമാതിരി ഇതൊക്കെ ഒരു എന്താ പറയുക, എത്ര പെൺകുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കുമ്പോഴും ഇല്ല, നിങ്ങൾ പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുക. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഗേൾസിന് അത്യാവശ്യം കുറച്ച് മോഡേൺ ഫാമിലി ആവുന്ന രീതിയിലാണല്ലോ ഡയലോഗ് ഇറക്കുന്ന പോലെ ആയിപ്പോയി. ഇത് എന്താ പറയുക, മോഡേൺ ആണെങ്കിലും ഞങ്ങൾ പഴയ ചിന്തകളുടെ ആൾക്കാരാണ്. അവളെ കൂട്ടിലിട്ട് തളക്കേണ്ടതായ രീതിയിലുള്ള സംഭവം അത്. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നു. ഒരു പള്ളിയിലച്ഛൻ എന്ന രീതിയിൽ വരുന്ന സമയത്ത് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലേ? കാരണം അത് കാരണം അത് നല്ലത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളാണോ എൻ്റെ ഭഗവാനെ? ഞാൻ ടോക്സിക് ആണെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ആ ടോക്സിസിറ്റി ഇത്രയും ആയിരിക്കും വിചാരിച്ചില്ല. അങ്ങനെ എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 2 മിനിറ്റ് കൂടെ ഉണ്ടല്ലേ, കണ്ടു തീർക്കാം. നിങ്ങൾ ഒരു കടയില് നിന്റെ കൊച്ചിന് വസ്ത്രം മേടിക്കാനായിട്ട് കയറുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താ? എന്റെ കൊച്ചു 4 പേരാൽ കാണപ്പെടണം, അതെയോ എന്റെ ഈശോ ഇതിൽ സംപ്രീതനാകണം? 4 പേര് കാണണോ അതോ ഈശ്വര സംപ്രീതനാവണോ? നമുക്ക് ജീവിക്കാൻ വേണ്ട സംഭവങ്ങൾ ഒന്ന് ഭക്ഷണം വേണം, തുണി വേണം, വായു, ഭക്ഷണം, പിന്നെ മറ്റുള്ളവരോ നല്ല സമ്പർക്കം, അത്രേ ഉള്ളൂ. ഇതിൽ എന്താ പറയുക, നമ്മൾക്ക് എന്ത് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഗോഡ് ഈസ് വെരി ഹാപ്പി. നിങ്ങൾ സന്തുഷ്ടമായി ജീവിക്കുന്നുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഹീ ഈസ് വെരി ഹാപ്പി. നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടോ, ഓക്കെ ഗുഡ്. നിങ്ങൾ ചീത്ത ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ഫേറ്റ്, ദാറ്റ്സ് ഓൾ. അതിനെ അങ്ങനെ കണ്ട് ജീവിക്കാതെ ഒരുമാതിരി ലൈക്ക് ഇത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതല്ല, അത് നിങ്ങളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് വലിച്ചെടുക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ബിസിനസ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല.
നിങ്ങളെ പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പേര് വലിച്ചയച്ചിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താ പറയുക, അത് എനിക്ക് പറയാൻ വയ്യ. ഒരു അബോർഷൻ ചെയ്യുന്ന ഡോക്ടറിന്റെ വാതിലിന്റെ തൊട്ടടുത്ത് അപ്പനും അമ്മയും ഒരു പെൺകൊച്ചും ഒരാൺകൊച്ചും നിൽപ്പാ. ജീസസ് യൂത്തിലുള്ള ഒരു പെൺകൊച്ചിന് മനസ്സിലായി ഇതൊരു അബോർഷൻ കേസാ വന്ന് നിൽക്കണേന്ന്. ഒരു 4-5 പേര് അപ്പുറം മാറി നിൽക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ജീസസ് യൂത്തിലുള്ള പെൺകൊച്ചു എന്നാ ചെയ്തെന്നറിയാമോ? ഒരു ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അപ്പച്ചന്റെ കാലിലേക്ക് വീണ് ഒരു കരച്ചിൽ അങ്ങോട്ട് നടത്തി. ആളുകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കൂടാൻ തുടങ്ങി. നിലത്ത് കിടക്കുന്ന കൊച്ചിനെ തട്ടിയിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ കിടന്ന് കരകണേ? ഈ പെൺകൊച്ചു പറഞ്ഞു, എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദാ ഒന്ന് കൊച്ചിനെ കൊല്ലാനല്ലേ നിങ്ങൾ കൊണ്ടുവന്നേക്കണേ, കൊല്ലരുത്, ഒന്ന് പ്രസവിച്ച് തന്നാ മതി. ഈ അപ്പൻ ആ കൊച്ചിനെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോളെ നീ പറഞ്ഞത് സത്യമാ, എന്റെ മകളുടെ ഉദരത്തിൽ ഒരു കൊച്ചു കിടപ്പുണ്ട്, അവളെ കൊല്ലാൻ തന്നെയാ ഇവിടെ കൊണ്ടുവന്നേക്കണേ. പക്ഷെ നിനക്കറിയാമോ ആ കൊച്ചിന്റെ ഉത്തരവാദി ആരാന്ന്? തൊട്ടപ്പുറം നിൽക്കണ സ്വന്തം ആങ്ങളാ. ഈ ആങ്ങളനെ എന്റെ അടുത്താ സംസാരിക്കാൻ കൊണ്ടുവന്നേ. ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്ത് പോക്കിരിത്തരാ നീ കാണിച്ച്? അവൻ എന്നോട് പങ്കുവെച്ചര് വിഷമം ഇതാ, അച്ഛാ രാവിലെ പപ്പയും അമ്മയും ജോലിക്ക് പോകും, പിന്നെ ഞാനും ചേച്ചി മാത്രമേ വീട്ടിലുള്ളൂ. ചേച്ചി വീട്ടിലോടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ചെറിയ നിക്കറും ഒരു ബനിയനും. സ്വന്തം ആങ്ങളയ്ക്കും സ്വന്തം അപ്പനും പോലും കുടുംബത്തിൽ എനിക്ക് മൈ ഗാഡ്, ഒരു ഡ്രസ്സ് ഇട്ടു രീതിയിലെ കാരണം ഒക്കെ ആണോ? എന്നാൽ ശരി മോനെ, നീ ചെയ്തത് ശരിയാണ്, അവളുടെ ഡ്രസ്സ് ഇട്ട ശരി ചെയ്യേണ്ടതാ. ഇങ്ങനെയാണ് ജസ്റ്റ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഫാമിലിയുടെ ഇടയിൽ തീർക്കല്ല, പോലീസ് കേസ് കൊടുത്തിട്ട് അവനെ ജയിലിടുക തന്നെ വേണ്ടത്. അതിന് പകരം നിങ്ങൾ കൗൺസിലായിട്ട് ഓക്കെ അത് പെൺകുട്ടിയുടെ തെറ്റാണ്, അല്ല ആൺകുട്ടിയുടെ തെറ്റല്ല രീതിയിൽ പറയണത്. ഇതെന്തിപ്പോൾ കൃത്യമാണ് എൻ്റെ മനുഷ്യങ്ങൾ ചെയ്യുന്നത്? ഇത് കോർട്ട് പ്രൊസീഡിയേഴ്സിൽ പോകേണ്ട സംഭവത്തെ പലപ്പോഴും പല ഫാമിലീസിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ കൂടിയും നാട്ടുകാർ അറിയരുതെന്ന് വിചാരിച്ച് പല പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അയ്യോ സമൂഹം എന്ത് ചിന്തിച്ച്, ഡോണ്ട് കെയർ അബൌട്ട് ദി സൊസൈറ്റി. പല ആൾക്കാരെയും പ്രേരിപ്പെടുത്തി ജീവിക്കാൻ നോക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതം ഇതായി പോകും. അതിനേക്കാളും ബെറ്റർ നമ്മൾ സന്തുഷ്ടരായി ജീവിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ രീതിയിലൊരു നീതിയുണ്ട്, നമ്മൾ ആ ഒരു നീതി അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അല്ലാതെ സത്യങ്ങളെല്ലാം വെച്ച് മൂടി ജീവിക്കുന്ന ഒരു ജീവിതമല്ല. പലപ്പോഴും അത് കാരണം എന്താ പറയുക, മൂടി വെച്ച് പല സത്യങ്ങൾ ആരും അറിയുന്നില്ല. നുണകൾ പോലും സത്യമാണോ എന്ന രീതിയിലുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട്. കൊടുക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിന്റെ പെൺകൊച്ചെങ്കിൽ ആ പെൺകൊച്ച് പള്ളി വന്ന എന്റെ തമ്പുരാൻ സ്വീകരിക്കോ മക്കളെ ബലി? ചിന്തിച്ചു നോക്കിക്കോ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം കൂടി പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഭഗവാനെ, ഇതിൽ ലാസ്റ്റ് പറഞ്ഞതിൽ പള്ളിയും പട്ടച്ചനും സ്വീകരിച്ചില്ലെങ്കിൽ ഈശ്വരൻ എന്തായാലും, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് അവൻ എന്തായാലും സ്വീകരിക്കും. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ മറ്റുള്ള ചെയ്ത പോക്കൃതത്തിന് ആ പെൺകുട്ടി ഒരിക്കലും വിധേയരല്ല. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ ഉള്ളതാണ് മഗ്ദലന മറിയാനുള്ളത്. സമൂഹം എല്ലാവരും അവളെ ഉപേക്ഷിച്ചിട്ടും അപ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അവളിലുള്ള വിശ്വാസം, കർത്താവിന് അവളുള്ള നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾ മഗ്ദലന മറിയത്തിനെ ക്രൂശിക്കുന്നത് പോലെയാണ്. ഇത് ലെവല് വിട്ടുപോയിരിക്കുക. അത് ഇയാൾക്ക് തോന്നിട്ടെങ്കിൽ അതൊക്കെ ഇയാളുടെ തെറ്റാണ്. അതിന് 2 ചാമ്പി അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന സംഭവമാണ്. അതിന് ആൺകുട്ടി റേപ്പ് ചെയ്തതിന് പെൺകുട്ടീനെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. അതിൽ അവൻ്റെ തെറ്റിന് പകരം അവൻ്റെ തെറ്റിനെ മറച്ചിട്ട് ഈ പെൺകുട്ടീനെ ക്രൂശിക്കുക. നിങ്ങൾ ആൺപിള്ളേർ എന്ത് പോക്കൃത്തരം ചെയ്താലും അതെല്ലാം നിങ്ങൾ പെൺകുട്ടികൾ അങ്ങനെ അതുകൊണ്ട് കാരണം രീതിയിലാണ്. ഇറ്റ്സ് വെരി അട്രോഷ്യസ്. എൻ്റെ ഭഗവാനെ, ഇത് മറ്റേ കെയറിങ് കൊണ്ട് ഇത് കെയറിങ് അല്ല, ഇത് വളരെ എന്താ പറയുക വേറെ രീതിയിലുള്ള കാര്യം. വിവരമില്ലാത്ത ആൾക്കാർ ഇവരുടെ വാക്കും കെട്ടിയിരുന്നത്. ഞാൻ ശരിക്കും അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പോലും എന്താ പറയുക, അവർക്കൊന്ന് റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊരു വിവേചന ബുദ്ധിയില്ല. നമുക്ക് മനുഷ്യന് വിവേചന ബുദ്ധി എന്നൊരു സംഭവമുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ അത് ആകപ്പാടെ വിഴുങ്ങല്ല വേണ്ടി ശരിക്കും. അത് നമ്മളതിനെ എന്താ പറയുക വിധിയും കൂടി വേണം. എന്താ പറയുക,
അങ്ങനെ വിഴുങ്ങാൻ നമുക്ക് ചിന്തിക്കുകയും കൂടി വേണം. അതാണ് ശരിക്കും വേണ്ടത്, വിവേചന ബുദ്ധി എന്നുള്ളത്. ബട്ട് ദിസ് ഇസ് വെരി എന്താ പറയുക, ടോക്സിസിറ്റി വീഡിയോ ആയിരിക്കുമ്പോൾ ഇത് ഇത്രയും ആയിരിക്കും വിചാരിച്ചില്ല. എന്നാലും എനിക്ക് ലിങ്ക് അയച്ചു തന്നെ എൻ്റെ ഫ്രണ്ടേ, താങ്ക് യു സോ മച്ച്. കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു. ബട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് വഴങ്ങരുത്. കാരണം നമ്മുടെ കാര്യത്തിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിവേചന ബുദ്ധിയാണ് ശരിക്കും വേണ്ടത്. നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം, അല്ലാണ്ട് എല്ലാം കേട്ട് വാടിച്ചിരിക്കല്ല. നമുക്ക് യുക്തിയോടെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നല്ലത് ഏതാ ചീത്ത ഏതാ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മളതിനെ ഇതിൽ നല്ലതൊന്നുമില്ല, ഇതിൽ നല്ലത് ആക്സെപ്റ്റ് ചെയ്തതെന്ന് ഞാനൊന്നും പറയത്തില്ല. ബട്ട് എന്നാൽ കൂടിയും എന്താ പറയുക, ഒരു വുമൺ അല്ലെങ്കിൽ ആരാണെങ്കിലും ശരി, ഇപ്പോൾ മെന്നാണെങ്കിലും വുമൺ ആണെങ്കിലും രണ്ടുപേർക്കും രണ്ടും ഇതെന്താ പറയുക, ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ പറയും 5 വിരലുണ്ടായി, 5 വിരലും 5 രീതിയിലാണ്. അപ്പോൾ അതുപോലെയാണ് മനുഷ്യരും. പല മനുഷ്യർക്ക് പല പല ടേസ്റ്റുകളുണ്ടാകും. അതൊക്കെ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. എന്ന് വെച്ച് എന്താ പറയുക, ഇപ്പോൾ ഈ 5 വിരൽ പോലെ ഈ വിരൽ പോലെ ഒരുപോലെ ആക്കാമെന്ന് പറഞ്ഞാൽ വലിച്ച് നീട്ടാലും അത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അത് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. ആ വ്യക്തിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ട, അത് അവൻ്റെ പേഴ്സണൽ സ്പേസിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. ഇത് ഒരുമാതിരി പലപ്പോഴും ഈ പാരൻറ്റിങ് വരുന്ന സമയത്ത് പലപ്പോഴും ഈ പേഴ്സണൽ സ്പേസിനെ ഇൻട്രൂഡ് ചെയ്യാറുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം പല കാര്യത്തിലും ഫാമിലീസിൽ എന്താ പറയുക, അവൻ്റെ ഇപ്പം മുടി വെട്ടിയാൽ പ്രശ്നം, പെൺകുട്ടികൾ മുടി മുറിച്ചാൽ പ്രശ്നം, ആൺപിള്ളേർ മുടി വളർത്തിയാൽ പ്രശ്നം, വളർത്തിക്കഴിഞ്ഞാൽ അപ്പം നെക്സ്റ്റ് വരും കഞ്ചാവാണ് എന്ന രീതിയിൽ. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങൾക്കതിൽ ചോദ്യം ചെയ്യാൻ ഒരു അവകാശമില്ല. അതാണ് മെയിൻലി നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടതും. അതുപോലെ തന്നെയാണ് വസ്ത്രസ്വാതന്ത്ര്യം എന്നുള്ളത്. ഒരു പെൺകുട്ടി ഏത് ഡ്രസ്സ് ഇട്ടാൽ അതൊക്കെ അവളുടെ ഒരു കംഫർട്ടാണ്. ജീൻസ് ഇടുന്നത് അത് അവളുടെ കംഫർട്ട്, ടീഷർട്ടാണെങ്കിൽ അത് അവളുടെ കംഫർട്ട്, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുകയാണെങ്കിൽ അത് അവളുടെ കംഫർട്ടാണ്. അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് അതിനെ ഒരു കുറ്റമായി കണ്ടെത്തുകയല്ല വേണ്ടത് ശരിക്കും. അത് വേറൊരു ചികിത്സയാണ് വേണ്ടത്. അത് നല്ലൊരു കൗൺസിലിംഗ് ചെയ്യുക വേണ്ടത്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് പാരൻസിന് ഫേവർ ആവുന്ന രീതിയിലുള്ളതുണ്ട്. അങ്ങനത്തെ നിങ്ങൾ നോക്കണ്ട. എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള പല പല കാര്യങ്ങൾ ഇതിനൊന്നും നമ്മൾ അധികം കെയർ കൊടുക്കാതിരിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും എന്താ പറയുക അനാവശ്യമായ ഉപദേശങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. If you like this video, don't forget to like, share, comment and subscribe. Bye.